അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരുടെയൊക്കെ ഒരു ഭാഗ്യമേ, അവരെ ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതിസുന്ദരികളായ 2 തരുണി മണികളാണ് കൂടെ ഉള്ളത് അല്ലേ? ഞാനോർത്തു എന്നെ പറ്റിയും ധർമ്മനെ പറ്റിയും പറയാൻ പോവാന്ന്, അവര് ഗൈഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമ്മുടെ കോമ്പറ്റീഷൻ അപ്പോൾ തുടങ്ങാൻ പോവാണ്. 3 ചോദ്യങ്ങളായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. 3 നല്ല അടിപൊളി ചോദ്യങ്ങളാണ്. ഈ 3 ചോദ്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ധർമ്മജൻ ചേട്ടനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു 3 ചിത്രങ്ങളുടെ പേര് പറയും. ഈ 3 ചിത്രങ്ങളിലും കോമൺ ഫാക്ടർ ആയിട്ടുള്ളത് ധർമ്മജൻ ചേട്ടനാണ്. ചോദ്യം ഇതായിരിക്കും, അതായത് ഈ 3 ഫിലിംസിലും ധർമ്മജൻ ചേട്ടൻ ഉള്ളതുപോലെ ഒരു കോമൺ ഫാക്ടർ മറ്റാരോ ഒരാളുണ്ട്, എന്തോ ഒരു സംഗതി ഉണ്ട്. അത് എന്താണ് എന്നുള്ളതാണ്. ഞാൻ ആ 3 ചിത്രങ്ങൾ പറയാം. 1, കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. 2, വികടകുമാരൻ. ഓക്കെ, 3ാമത്തെ ചിത്രം നിത്യഹരിത നായകൻ. ഏതാണ് കോമൺ ഫാക്ടർ? ഓക്കെ, ദശമൂലമാണ് ബസ് പ്രസ് ചെയ്തിരിക്കുന്നത്. Can we have the answer please? വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ഉത്തരം yes, ശരിയാണ്. 1 point. Very good, very good, very good. Okay, സ്പിരിറ്റ് വിട്ടു പോകരുത് ടീം കുമ്പടി. ഓക്കെ, മൂവിങ് ഓൺ. 2ാമത്തെ ചോദ്യം. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആക്ടറാണ് അദ്ദേഹം, ഫഹദ് ഫാസിൽ. സോ ധർമ്മജൻ ചേട്ടൻ ഫഹദ് ഫാസിലുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ച ചിത്രം ഏത്? വളരെ പോപ്പുലർ മൂവിയാണ്. ഫഹദ് ഫാസിൽ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തന്നെയാണ്. യെസ്, നമ്മൾ ഒരുപാട് മച്ച്. യെസ്, ഓക്കെ, വീണ്ടും ദശമൂലം ബസർ പ്രസ് ചെയ്തിരിക്കുന്നു. ആൻഡ് കാൻ വി ഹാവ് ദ ആൻസർ? യെസ്, ഫ്രാൻസ്. ട്രാൻസ്. ഉത്തരം ശരി. ഞങ്ങളിപ്പോ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തപ്പോ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. അതെ അതെ, അവർക്ക് നാണക്കേട് മറക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. ശരി, ഞാൻ എന്തായാലും 3ാമത്തെ ചോദ്യം ചോദിക്കാം. നമുക്ക് നോക്കാം ആരാ ഉത്തരം പറയുന്നതെന്ന്. 3rd ക്വസ്റ്റ്യൻ. ധർമ്മേട്ടൻ ഇതിനോടകം പോലീസ് വേഷം, വക്കീലിന്റെ വേഷം എല്ലാം നല്ല ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് ഒരു ഹോട്ടൽ വെയിറ്ററായി എത്തിയ ചിത്രം അഗൈൻ ദശമൂലമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻസർ പ്ലീസ്. മൈ ബോസ്. മൈ ബോസ്. ശരി, ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രവും സീനുമായിരുന്നു അത് അല്ലേ? ആക്ച്വലി എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണ്, എല്ലാ മെമ്പേഴ്സും എനർജറ്റിക് ആണ്. അതെ. പക്ഷെ ഇദ്ദേഹം ഒരു പ്രത്യേകതരം എനർജി ഉള്ള KGF. സത്യം പറ, ഇത് പറഞ്ഞു പറയിപ്പിച്ചതാണ് അനീഷ്. KGF കാസർഗോഡിലെ ഗഡികളുടെ ഫ്രണ്ട്സ്. അപ്പൊ കറക്റ്റ് ആയി. കാസർഗോഡ് നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട അനീഷ് ആണ് കോട്ടിടാൻ വേണ്ടി വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അനീഷ് അരമംഗലം ഓൺ സ്റ്റേജ് നൗ. അനീഷ്, പ്രണയം നല്ലൊരു അനുഭവമാണ്. ചില ആൾക്ക് ഒടുക്കത്തൊരനുഭവമായിരിക്കും. പ്രണയമുള്ളവരൊരു പ്രത്യേകതയുണ്ട്, എപ്പോൾ ചോദിച്ചാലും സിംഗിൾ എന്നേ പറയൂ. എനിക്കറിയാൻ പാടില്ല, അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷെ എപ്പോഴും സിംഗിളിനെ പുകഴ്ത്തി പറയുന്ന കുറച്ച് ടീംസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞവർ അവരെപ്പോൾ പറഞ്ഞാലും പറയും സിംഗിൾ ലൈഫാണ് സൂപ്പറെന്ന്. പക്ഷെ എനിക്ക് സിംഗിളായിട്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് പ്രണയം വേണം. നമുക്ക് പണ്ടൊക്കെ സ്കൂളിലോ കോളേജിലോ ഫംഗ്ഷനിലൊക്കെ പോയാൽ കുറച്ചൊക്കെ കളക്ഷൻസ് കിട്ടും. പക്ഷെ ഇപ്പോൾ നമ്മുടെ എല്ലാ പെൺകുട്ടികളും ലോകമഹാസമ്മേളനത്തിന് വന്ന പോലെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പക്ഷെ നമുക്ക് ഈ പെമ്പിളൊരു പ്രത്യേകതയുണ്ട്. 100-ൽ കൂടുതൽ ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാലേ അപ്പം അവർ പ്രൊഫൈൽ മാറ്റും. DM ഫോർ പെയ്ഡ് കൊളാബ്സ്. എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലോ അത് നോക്കൂല. അത് പോട്ടെ, നമ്മളെ വിഷയമല്ല അത്. പക്ഷെ ഒരു പെണ്ണിനെ എങ്ങനെ, ഒരു കുറച്ചധികം ഫോളോവേഴ്സുള്ള ജോലിയൊക്കെ ഉള്ള ഒരു പെണ്ണിനെ എങ്ങനെ വളയ്ക്കാം എന്ന് ഞാൻ ഭയങ്കര ആധികാരികമായിട്ട് ചിന്തിച്ചു. ഒരു ഓപ്ഷൻ കിട്ടി. ഒരു 54 ഉള്ള ഒരു കുട്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ
അവളുടെ പ്രൊഫൈലിൽ കയറി അറഞ്ചം പുറഞ്ച് എല്ലാ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്തു. എന്നിട്ടൊരു ഫോളോ റിക്വസ്റ്റും കൊടുത്തു, ഫോളോയും ചെയ്തു. അപ്പോൾ സാധാരണഗതിയിൽ എന്തായാലും അവളത് നോട്ടീസ് ചെയ്യും. ഇത്രയും ലൈക്സ് കൊണ്ട് ഒരു ഫോളോ കൊണ്ട് തിരിച്ച് താങ്ക്സും പറയും. അത് പിടിച്ച് കയറാനാണ് എൻ്റെ ലക്ഷ്യം. ഈ കുരിപ്പ് സാധനം എന്ത് ചെയ്തറിയാം, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറി ഇട്ട് മെൻഷൻ ചെയ്തിട്ട് താങ്ക്സ് ബ്രോ. അല്ല താങ്ക്സ് കുഴപ്പമില്ല, താങ്ക്സ് പറഞ്ഞല്ലോ. അവൾ അത് കഴിഞ്ഞിട്ട് ബ്രോന്ന്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ബ്രോ എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കര അരാജകത്വം തോന്നിയ സാധനം. അന്ന് ഞാൻ തീരുമാനിച്ചു ഓളെ ഞാൻ വളർത്തും. അപ്പോൾ അടുത്ത ഓപ്ഷൻ നമുക്ക് ഇൻസ്റ്റാഗ്രാം അത് നടന്നില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആലോചിച്ചിരിക്കുമ്പോൾ മെസ്സേജ് അയക്കുക, ഡെയിലി മെസ്സേജ് ഡിസ്റ്റർബ് ചെയ്യുക. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ഞാൻ ഹായ് ഹലോ ഹൗ ആർ യു, ഹായ് ഹലോ ഹൗ ആർ യു. ഇവളിത് നോക്കും പക്ഷേ റിപ്ലൈ തരില്ല. നമുക്ക് വാട്സപ്പിനും ഇൻസ്റ്റാഗ്രാമിനും തമ്മിലൊരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു നല്ല കാര്യം എന്താ പറയും, വാട്സപ്പിൽ നമ്മൾ അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്കറിയാം ഇവൻ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് നാട് മൊത്തം വിളിച്ചു പറയും. ഇൻസ്റ്റാഗ്രാമിൽ ആ ഓപ്ഷൻ ഇല്ല. അവൾക്ക് മെസ്സേജ് അയച്ച് അവൾ നോക്കിക്കഴിഞ്ഞ് റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാനത് അൺസെൻഡ് ചെയ്യും, പിറ്റേ ദിവസം വീണ്ടും അയക്കും. അങ്ങനെ അവൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. അതിലും അവൾ വീഴുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ അവസാനത്തൊരു കളിയുണ്ട് വെമ്പിളരെടുത്ത്. ഞാൻ പറഞ്ഞു, നിനക്ക് എന്ത് ജാടയാന്ന്, നിന്റെ പ്രൊഫൈൽ എത്ര സുന്ദരമായ പ്രൊഫൈൽ, അതിനകത്ത് വലിയ പ്രശ്നമില്ല, നിന്നെ കണ്ട ഭയങ്കര ജാടയാണ്, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് എന്നും പറഞ്ഞ മെസ്സേജ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് റീപ്ലൈ പറഞ്ഞു, കേട്ടാ ഞാൻ കാണാത്തോണ്ടാണ്, നോട്ടിഫിക്കേഷൻ കാണാത്തോണ്ടാണ്, ജാടയൊന്നുമില്ല. അപ്പോൾ ബ്രോ പോയിട്ട് കേട്ടാന്നായി കേട്ടോ. അതിൽ ഞാനങ്ങ് പിടിച്ച് തൂങ്ങി. ഞങ്ങളുടെ പ്രണയം മൊട്ടിട്ട് പൂവിട്ട് മുള്ളും മുരിക്കായങ്ങ് വളർന്നു. അപ്പം അങ്ങനെ പ്രണയം വളർന്ന് അതങ്ങ് വേറെ ലെവലിലോട്ടൊക്കെ പോയി. അവൾക്ക് ഭയങ്കര കാര്യമായിരുന്നു. എന്നെ ഒരു പെറ്റിനെ പോലെ എൻ്റെ ഫുൾ ചിലവ് നോക്കി കൊണ്ടിരുന്നത് അവളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു 6:30-7 മണിയായി കാണും. ആ സമയത്ത് ഇവൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട്. നീ എൻ്റെ വീട്ടിലോട്ട് വാ. ഒരു സന്ധ്യാസമയം കേട്ടോ. ഞാൻ പറഞ്ഞു, എന്തേ ആളില്ലേ? എൻ്റെ വീട്ടിൽ ആരുമില്ല, നിങ്ങോട്ട് പോകും. രതിപുഷ്പം തേടുന്ന രാവിൽ. ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് അവളുടെ വീട്ടിലെ സോഫയിൽ അവളുടെ തൊട്ടടുത്ത് ഞായിരുന്നു. അടുത്തിരുന്ന് അവള് എൻ്റെ കയ്യെ കയറി പിടിച്ചു. അതിനുശേഷമുള്ള പ്രിവിഷമൊക്കെ മൈൻഡിൽ ഓടിക്കൊണ്ടുണ്ട്. രാവിലെ വികാരഭരിതനായി ഞാൻ അവിടെ ഇരുന്നു. എന്താ കുഴപ്പം? അവൾ എൻ്റെ കണ്ണിലേക്ക് അങ്ങോട്ട് ഒരു നോട്ടം. മൂക്കും മുട്ടിയില്ലാന്ന രീതിയിൽ നിന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ നിന്ന് പോകാൻ പാടില്ലല്ലോ, നമ്മൾ ബാല്യനല്ലേ, കയ്യിൽ നിന്ന് പോകാൻ പാടില്ലല്ലോ. ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ചുണ്ട് ചെറുതായിട്ടൊന്ന് പടക്കുന്നു. എനിക്ക് ടെൻഷനായി. അവൾ എന്തോ മന്ത്രിക്കുന്നുണ്ട്. ഞാൻ ചുണ്ട് മാറ്റി ചെവി വെച്ചു കൊടുത്തു. അവൾ പറയാണ്, നമുക്ക് പിരിയാം. നമുക്ക് പിരിയാം. ഞാൻ ആ കോരി തരിച്ചുപോയി. അവൾ എന്നിട്ട് പറയാം, നമുക്ക് പിരിയാം. നിനക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ പറയാൻ ഭയങ്കര പ്രശ്നമാണ്, വീട്ടുകാർ സമ്മതിക്കുന്നില്ല. എനിക്കാണെങ്കിൽ അമേരിക്കക്കാരുടെ ഒരു പ്രൊപ്പോസലും വന്നിട്ടുണ്ട്, നമുക്ക് പിരിയാം. തകർന്നു പോയി. ഇൻസ്റ്റാഗ്രാമിൽ എത്ര കഷ്ടപ്പെട്ട് ഇതെടുത്താന്ന്. ഞാൻ അവളോട് പറഞ്ഞു, നിൻ്റെ വാക്കും കേട്ടിട്ട് നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൻ്റെ ചിലവിൽ ബൈക്ക് വാങ്ങിച്ചിട്ട് ആ ലോൺ നീ അടക്കുന്നില്ലേ, അതിനാര് സമാധാനം പറയും? നോട്ട് പോയി അതിനാര് സമാധാനം പറയും? എൻ്റെ ചിലവ് മൊത്തം ഇത്രയും കാലം നോക്കുന്ന ഇവളാണ്. ഇവള് പോയി കഴിഞ്ഞാൽ ഞാൻ പണിക്ക് പോകണ്ടേ, അതിനാര് സമാധാനം പറയും? അവൾ ഒറ്റയടിക്ക് റീപ്ലൈ വന്നു, ലോൺ ഞാൻ അടക്കാം. അതല്ലല്ലോ പ്രണയമല്ലേ, നമുക്ക് പ്രണയമല്ലേ വലുതല്ലേ? അല്ലേ രമേശേട്ടാ, പ്രണയമല്ലേ നമുക്ക് വലുത്? ഞാൻ പറഞ്ഞു, പ്രണയം മതി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിനക്ക് ജോലി കിട്ടുന്നവരുടെ ചിലവ് ഞാൻ തരാം. അതെന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടാ. കാരണം നമ്മളെ പൈസയിൽ അവൾ വാല്യൂ ചെയ്ത്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ചിലപ്പോൾ ഞാൻ ആ പൈസയും മേടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ? വിജയേട്ടനൊക്കെ അങ്ങനെ വിചാരിച്ചു, രമേശ് ചേട്ടൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. മൈക്ക് എടുക്കണ്ട, എൻ്റെ സമയം തലാറ്റാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും തോന്നും. പക്ഷെ ഞാനത് വാങ്ങിച്ചു പോയി. അല്ല, അതങ്ങനെ അവളോടുള്ള ഇതുകൊണ്ടോ അല്ലെങ്കിൽ അവളോട് അങ്ങനെയല്ല, പ്രണയത്തിന് ഞാൻ വാല്യൂ കൊടുത്തു. എനിക്ക് അവളുടെ സന്തോഷമാണ് വലുത്. അല്ല നമ്മൾ അവളുടെ സന്തോഷമാണ്. അവളൊരുത്തൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ അത് കണ്ട് സന്തോഷിക്കുക. അത് മേടിച്ച് ഞാൻ വീട്ടിൽ പോയി. വൈകുന്നേരം വരെ കുഴപ്പമൊന്നുമില്ല, രാത്രി 9 മണി വരെ കുഴപ്പമില്ലായിരുന്നു. തലേ ദിവസത്തെ ഓർമ്മകൾ വരാൻ തുടങ്ങി. വാട്സപ്പ് മെസ്സേജ്, വീഡിയോ കോൾ, വോയിസ് കോൾ, അതൊക്കെ ഇങ്ങനെ കയറി വരാൻ തുടങ്ങി. ഭയങ്കര സങ്കടം. എനിക്ക് സങ്കടം തയ്ക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു, ദൈവം ഇനി ഇവള് കാശ് തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുമോ? പക്ഷെ അങ്ങനെ സാധ്യതയില്ല. എന്നാൽ അങ്ങനെ ടെൻഷൻ അടിച്ച് കിടന്നു ഞാൻ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളുടെ ഒരു മെസ്സേജ് ഇല്ല. വാട്സപ്പ് ബ്ലോക്ക്, ഫേസ്ബുക്ക് ബ്ലോക്ക്, ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക്.
ആകെ സങ്കടം പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. എൻ്റെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട് ഓളെ ഗൂഗിൾ പേ. അപ്പോഴും അല്ല കൈയടിക്കണ്ട, അതെനിക്ക് ഭയങ്കര ഫീലായ ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ഞാൻ കാർഡ് എടുത്ത് ATM പോയി പൈസ വിഡ്രോ ചെയ്തു. അല്ല അങ്ങനെയല്ല, നമ്മൾ ആ പൈസ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവളെ 10,000 രൂപയും ഈ നമുക്ക് ഈ ഫ്രസ്ട്രേഷനൊക്കെ മാറ്റണല്ലോ, ഈ സങ്കടം മാറ്റണം. ഞാൻ നേരെ വയനാടൊക്കെ ഒരു ട്രിപ്പ് പിടിച്ചു. നമുക്ക് ഈ മൈൻഡൊന്ന് റിലാക്സ് ചെയ്യണം. വയനാടൊക്കെ ഒരു ട്രിപ്പ് പിടിച്ച് ബസ്സിലൊക്കെ കയറി പോവുക. ബസ്സിൽ കയറുമ്പോൾ മൊത്തം കപ്പിൾസോട് അതങ്ങനെയാണത്. ബ്രേക്കപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഏടെ നോക്കിയാലും കപ്പിൾസ് ആയിരിക്കും. പിന്നെ അവരുടെ അതൊക്കെ ആയിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ബസ്സിൽ വരെ. അപ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ആൾക്കാർ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ കടപ്പുറത്ത് പോയിട്ട് മാനസമൈനേ വരൂ ഈ പരിപാടിയായിരുന്നു. കടപ്പുറത്ത് പോവുക, അല്ലെങ്കിൽ പാറമേലിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ബസ്സിൽ അവിടെ ട്രിപ്പ് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിനെ DP ഡിലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് സമാധാനം വരും. അത് കഴിഞ്ഞ് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസിലോ ഫീലിംഗ് എലോൺ ലോൺലെസ്. അപ്പോൾ തന്നെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം. അങ്ങനെ ബസ്സിൽ കയറി പോവുക. പക്ഷെ മാനസികമായിട്ട് ഭയങ്കര സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ബസ്സിന് മുമ്പിലിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡ്രൈവർ ചേട്ടൻ മാത്രം ഒറ്റയ്ക്കുള്ളൂ. പുള്ളി ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ പുള്ളി ജോളിൽ 80 ബസ് അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുക. വയനാട് ചുരം ഇറങ്ങുകയാണ് 80 വളവൊക്കെ ഡ്രിഫ്റ്റ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞു, ചേട്ടാ എൻ്റെ ജീവിതം പോയി, എൻ്റെ ലൈഫ് നശിച്ചു. പുള്ളി പറഞ്ഞു, ചിൽ ബ്രോ, നമുക്കൊരു വിശ്വാസം വേണം, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിശ്വാസം വേണം. പറഞ്ഞല്ല ചേട്ടാ എൻ്റെ ജീവിതം പോയി ചേട്ടാ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, പുള്ളി ഒരു വിശ്വാസം വെക്കടാ, ജീവിതത്തിലൊരു വിശ്വാസം വെക്കുക. അല്ല അങ്ങനല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ അത് പോയി. എടാ നീ എന്നെ ശ്രദ്ധിക്ക്, എനിക്ക് കണ്ണ് പോലെ നേരെ പിടിക്കുന്നില്ല, ഞാൻ നോക്കി ഈ വണ്ടി ബസ്സും കൊണ്ട് എന്നിട്ട് ഇത് പോകുന്നില്ലേ. നമുക്കൊരു വിശ്വാസം വെക്കണം, ഞാൻ ആകെ തകർന്നു പോയി. അതൊക്കെ മറന്നു, അവൾ പോയതും കാശ് പോയതൊക്കെ ഞാൻ മറന്നുപോയി. ഞാൻ ട്രിപ്പ് വന്നേക്കോ, ബസ്സും കൊണ്ട് ഇയാൾ കൊക്കയിലിട്ട് കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോകില്ലേ. ഞാൻ പറഞ്ഞു എന്ത് പരിപാടിയാണ് ഇത്? ഇല്ലടാ എല്ലാം ഒരു വിശ്വാസമാണ്, ചിൽ ബ്രോ എന്ന് പറഞ്ഞ് പുള്ളി ബസ് എടുത്ത് പോവുക. ഞാൻ പറയാം എന്നാ ഏട്ടാ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആ സ്പീഡ് ഓർക്ക് കണ്ണും കാണില്ല, അല്ലെങ്കിൽ സൈഡാക്കി ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിക്കോളാറുണ്ട്. വയനാടല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ഇടുക്കിക്ക് പോയിക്കോളാം, നിങ്ങൾ ആ സൈഡാക്കുന്നു പറഞ്ഞു. പുള്ളിക്കാരെ സ്ലോ മോഷനിൽ തിരിഞ്ഞു നോക്കുക. 1 മണിക്കൂറായിട്ട് എൻ്റെ 2 കാലും ബ്രേക്കിൻ്റെ മുകളിലാണ്. എൻ്റെ ദൈവഭാഗ്യത്തിന് എങ്ങാണ്ട് പോയി ആ സ്റ്റാൻഡിൽ നിർത്തി. 2-3 ദിവസം ഞാൻ വിഷമത്തിൽ വെള്ളമൊക്കെ അടിച്ച് ഫുഡൊക്കെ അടിച്ച് അവിടെ ഇരുന്ന് 10,000 രൂപ തീർത്തു. അല്ല എനിക്ക് അവളുടെ കാശിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്, അല്ല ആ കാശിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്നിട്ട് അവളെ വിളിച്ച് കുറേ ഫോൺ എടുക്കണില്ല, എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നാൽ ഈ ചതിയനോട് ചെയ്യല്ല. ഒരു വയനാടേക്ക് 3 ദിവസത്തെ ട്രിപ്പിന് 10,000 തികയില്ല എന്ന് അവൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അവൾ തന്നില്ല, ഭയങ്കരമായിട്ട് തേച്ച് സങ്കടമായപ്പെട്ട് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നിരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നത്? കാരണം എനിക്ക് സിംഗിളായിട്ടിരിക്കാൻ പറ്റില്ല, വരുമാനമില്ലല്ലോ. അപ്പോൾ എങ്ങനെയായിട്ട് ആരെങ്കിലും വേണമെന്നുള്ളത് ഞാൻ വീണ്ടും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു 74K ഫോളോവേഴ്സുള്ള ഒരു സുന്ദരിയായ കുട്ടി. അല്ലാതെ എനിക്ക് അങ്ങനെയല്ല, ഞാൻ കാണുന്നത് അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ 84K ഒക്കെ ഫോളോവേഴ്സുള്ള കുട്ടി. പഴയ ഐറ്റം ഇടാൻ പറ്റില്ലല്ലോ, ലൈക്ക് അടിച്ചിട്ട് ആ പരിപാടി നടക്കില്ലല്ലോ. അവളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് മാത്രം ലൈക്ക് ചെയ്യുക. എന്താ ഡൗട്ട് ഉണ്ട്? അത് നമ്മളെ പോലത്തെ അറിയാം ഏതാണ് അവരുടെ ഫേവറേറ്റ്. അപ്പം ആ ഫേവറേറ്റ് ഫോട്ടോ മാത്രം ലൈക്ക് ചെയ്തിട്ട് അതിന് മാത്രം കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ നോട്ടീസ് ചെയ്യും. അങ്ങനെ അവർ റീപ്ലൈ തരും, ഹായ് പറയും, ഹലോ പറയും. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഹായ് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കയറി വരും, വാട്സപ്പ് നമ്പർ വയ്ക്കുക. ഒരു കാരണവശാലും ചോദിച്ചേക്കരുത്. അയ്യോ അത് വേറൊരു അനുഭവമാണ്. അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആ വാട്സപ്പ് നമ്പർ ചോദിക്കാനും കുറേ ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ചുമ്മാ പറയാം ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ നിർത്താൻ പോവുകയാണ്, ഞാൻ വാട്സപ്പിൽ മാത്രം ആവും എന്ന് പറയാം. താല്പര്യമില്ല പെണ്ണാണെങ്കിൽ എന്നാൽ പിന്നെ വാട്സപ്പ് നമ്പർ താ. എന്നിട്ടും വാട്സപ്പ് നമ്പർ നമുക്ക് കിട്ടുന്നില്ല. അതുപോട്ടെ, അപ്പം നമ്മൾ തിരിച്ചു പറയാം നിന്നെ ഈ വഴിക്കൊന്നും കാണുന്നില്ല, വാട്സപ്പിൽ തന്നെ ആയിരിക്കുമല്ലേ, ഇൻസ്റ്റാഗ്രാം നോക്കലില്ലല്ലേ പറയാം. ഇപ്പോൾ പറയാം വാട്സപ്പിൽ തന്നെ, എന്നാൽ പിന്നെ നമുക്കും വാട്സപ്പ് ഉണ്ട് എന്ന് പറയാം. താല്പര്യ കക്ഷിയാണെങ്കിൽ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യും. അങ്ങനെ അവളെനിക്ക് ഷെയർ ചെയ്ത്, അങ്ങനെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് ഞങ്ങളുടെ പ്രണയം പൂവിട്ട് മുട്ടിട്ട് പൂട്ടിട്ട് പുല്ലുപോരിക്ക് പോലെ പന്തലിച്ച്. അവൾ എന്നെ എൻ്റെ ഒരു പെറ്റിനെ പോലെയായിരുന്നു കണ്ടു. അയ്യോ നേരത്തെ പറഞ്ഞല്ലേ പെറ്റെന്ന്. അവളും എന്നെ ഒരു പഗ്ഗിനെ പോലെയായിരുന്നു കണ്ടു. അയ്യോ ഭയങ്കര സ്നേഹമായിരുന്നു എനിക്ക് അവളോട്. അങ്ങനെ ഒരു ദിവസം ഒരു ഒരു 7-8 മണിയാകുമ്പോൾ അവൾ വിളിക്കുക, നീ ഒന്ന് വീട്ടിലേക്ക് വരുവാ. ആടാ ഞാൻ പറഞ്ഞു എന്താണ്? ഇവിടെ ആരുമില്ല, നീ വീട്ടിലേക്ക് ഒന്ന് വാ.
രതിപുഷ്പം തേടുന്ന രാവിൽ. താങ്ക് യു. അനീഷ്, സോ ഈ പെർഫോമൻസിനുള്ള കോമന്റ്സ് വളരെ ആധികാരികമായിട്ട് പറയേണ്ടത് നമ്മുടെ ജഡ്ജസ് ആണ്. സോ ജഡ്ജസിനോട് ചോദിക്കാം. രമേശ് ചേട്ടാ. അനീഷേ, ഹായ്. നല്ല ഗംഭീര പ്രകടനമായിരുന്നു. താങ്ക് യു. ഗംഭീര പ്രകടനമായിരുന്നു. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സ്റ്റേജിൽ ചില സ്കിറ്റുകൾ എഴുതാനിരിക്കുമ്പം, നമ്മൾ ഈ അവാർഡ് നൈറ്റ് ആയിക്കോട്ടെ അല്ലെ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, എഴുതാനിരിക്കുമ്പോൾ നമ്മൾ ചില സ്കിറ്റുകൾ ഇരുന്ന് ചെയ്യുന്ന സ്കിറ്റുകളുണ്ടാവും. ഇപ്പോൾ ഡോക്ടറും രോഗിയും എന്ന് പറയുന്നൊരു സ്കിറ്റാണ് കളിക്കുന്നതെങ്കിൽ ഈ ഡോക്ടർ ഒരു കസേരയിട്ട് അവിടെ ഇരിക്കുന്നു, എതിരെ വരുന്ന ആൾ ഇരിക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മൂവ്മെന്റ് ഇല്ല, നമ്മൾ ഇരുന്ന് ചെയ്യണം ആ സ്കിറ്റ്. അതേപോലെ തന്നെ നമ്മൾ വർത്തമാനം പറയുന്നില്ല, നമ്മുടെ ഒരു ടോക്കിംഗ് സ്കില്ലിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് കാണിക്കുക എന്ന് പറയുന്ന ഒരു ഏരിയ വരുമ്പോൾ നമ്മൾ വർത്തമാനം പറയുമ്പം നിനക്ക് വേണേ കേട്ടാൽ മതി എന്ന് പറയുന്നൊരു ശീലമുണ്ട്. അത് അപ്പുറത്തിരിക്കുന്നവർ നമ്മളെ വലിയ കാര്യമായിട്ട് പിടിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മൾ പറയുന്നവനെ കേൾപ്പിക്കണം. അനീഷിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു ടെമ്പോയും ശബ്ദവും ഈണവും താളവും എല്ലാം താരതമ്യേന ഈ വേദിയിൽ കാണുന്ന ഒരു വേഗത്തിനേക്കാൾ ഒരുപാട് കുറഞ്ഞ വേഗത്തിൽ ഒരുപാട് പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു അവതരിപ്പിച്ചതെങ്കിലും എല്ലാവരും ഓരോ സെക്കൻഡും വളരെ കൗതുകത്തോടെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അനീഷിന് പറ്റി എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അതിലെ നർമ്മങ്ങൾ, പിന്നെ നമ്മൾ കാലോചിതമായി തമാശയും കാര്യങ്ങളൊക്കെ മാറുക എന്ന് പറയുമ്പോൾ കഥ പറയുന്ന പശ്ചാത്തലം അല്ലെങ്കിൽ നമ്മൾ തമാശ പറയുന്ന പശ്ചാത്തലം 5 വർഷത്തിന് പുറകിലേക്ക് വേണ്ട ഒരു 10 വർഷത്തിന് പുറകിലേക്കുള്ള യാതൊന്നും തന്നെ കണ്ടന്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ലോകം മുഴുവൻ പ്രണയം എടുത്തു എന്നുള്ളതിനപ്പുറം ഒരു 10 വർഷത്തിന് പുറകിലേക്കുള്ള വാക്കുകൾ, പ്രയോഗങ്ങൾ, ഉപകരണങ്ങൾ, പശ്ചാത്തലം ഒന്നും ഉപയോഗിക്കാതെയാണ് അനീഷ് തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും വളരെ ഗംഭീരമായി സൂപ്പറായിരുന്നു. താങ്ക് യു. താങ്ക് യു. സൂപ്പർ. വിഷു പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഒരു ന്യൂജൻ കാമുകൻ്റെ കഥ വളരെ ഭംഗിയായിട്ട്, അതായത് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്ന് തന്നെ കരുതിക്കൊണ്ടാണ് നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞത്. നമുക്ക് എന്താ പറയണേന്നുള്ളത് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞെങ്കിലും നമ്മളിങ്ങനെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്കും കേട്ട് നിച്ച് ഇപ്പോൾ ഓഡിയൻസ് ആണെങ്കിൽ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി. അതിലുള്ള തമാശകൾ നല്ലോണം ആസ്വദിക്കാൻ പറ്റി. ഗംഭീര പ്രകടനമായിരുന്നു. താങ്ക് യു. നമ്മുടെ ഈ പരിപാടിയുടെ തന്നെ ഒരു വീഡിയോയുടെ താഴെയോ അല്ലാതെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡയാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകരും ആർമിയും സംഘവും. ഡയാനയുടെ വേഷത്തെ പറ്റിയുള്ള വർണ്ണനകൾ, ഇങ്ങനെയുള്ള ഇവരൊക്കെ ചത്ത് കിടന്ന് തമാശ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ആരും വരികയല്ല. ഡയാന എടുത്ത സാരി നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് കമന്റ് വരുന്നത്. ഇവനെ പോലുള്ള കാമുകന്മാരെ നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, ഒരിക്കലും കാമുകന്മാരല്ല അവര്. അതായത് ആരാധകർ. കള്ളം പറയാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുക. ആരാധകരാണ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള എന്റെ വെൽവിഷ് ആഗ്രഹിക്കുന്ന. എന്ത് കണ്ടിട്ടായിരിക്കും അവർ വെൽവിഷ് ചെയ്യുന്നത്? ഡയാനയുടെ അഭിനയം, അവതരണം, നൃത്തം, സംഗീതം, സൗന്ദര്യം, എന്ത് കണ്ടിട്ട് വന്ന ആരാധനയാണ്? ഫാക്ടേഴ്സ് ഉണ്ടാകുമായിരിക്കും. അല്ല, ഡയാനയ്ക്ക് എന്താണ് അതിൽ തോന്നിയത്? എനിക്കറിയില്ല. അല്ല, ഇവനെ പോലുള്ള ഒരു മെസ്സേജ് അയക്കാറുണ്ടോ? അനീഷോ? അനീഷല്ല, ഞാൻ പറഞ്ഞ കഥയിലുള്ളവരെ പോലെ ഇടയ്ക്ക് അയക്കാറുണ്ട്. അല്ല, എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്ക് 265 അത്രയുണ്ട്. അതെ അതെ. അനീഷ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. 2 കാലഘട്ടത്തിൽ കൂടി സഞ്ചരിച്ച കാരണം എനിക്ക് ഒരു മുത്തുച്ചിപ്പി വായിച്ചൊരു ഫീലാണ് കിട്ടിയത്. അതെന്താ, അല്ല അതിനൊരു ഇതുണ്ട്. എൻ്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാം പിടിക്കും. നിങ്ങളുടെ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയി എന്നുള്ളൂ. രണ്ട് കാലഘട്ടം ഞാൻ പറഞ്ഞു. രമേശ് ചേട്ടാ, ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇത് അവതരിപ്പിക്കും. അപ്പോൾ ഈ സീനിയർ താപ്പാനകളുണ്ടല്ലോ, ബാക്കി എല്ലാവരെയും സ്റ്റാൻഡപ്പിന് ഇവർ കുറേ സജഷൻസ് ഒക്കെ പറയും. പക്ഷേ ഈ ഒരു കണ്ടന്റ് വന്നപ്പോൾ ഇവർക്ക് ഈ കാര്യം മനസ്സിലാകുന്നില്ല. ഇവർ ചിരിക്കുന്നില്ല. അനീഷിനാകപ്പാടെ പറയല്ലേ, കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് ഇത് സ്റ്റാൻഡപ്പ് ആയിരുന്നു, ഇവർക്ക് ഇത് ഓൺലൈൻ ക്ലാസ്. ഞാൻ നോക്കുമ്പോൾ രഞ്ജു ചേട്ടനൊക്കെ ഒരു ചെറിയ ബുക്ക് എടുത്ത് എഴുതുക, കാരണം അൺസെൻഡ് ചെയ്യാൻ പറ്റുക, നോട്ടിഫിക്കേഷൻ അയക്കുക. ഇവിടുന്ന് ബാക്കിയിട്ട് ഒരു 15 വർഷം മുമ്പ് ഖത്തറിലെ സ്റ്റേജിന്റെ ബാക്കിൽ വന്നിട്ട് ധർമ്മജനോടൊരു പെൺകുട്ടി FBI 15 ആണോന്ന് എനിക്കറിയില്ല കേട്ടോ, ഇനി കണക്ക് നോക്കിയാൽ കിട്ടൂലേ, ചേട്ടന് FB അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ തന്നെ കൊച്ചു ഫോൺ എടുത്ത് കുറെ നേരം നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, ഇപ്പം മുളവുകാട് ബ്രാഞ്ച് നോക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ സിനിമാലയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രഘു കളമശ്ശേരി ഉണ്ട്, നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനൊക്കെ അനുകരിക്കുന്ന രഘുചേട്ടൻ. അപ്പൊ ഈ FB ഒക്കെ തുടങ്ങി വന്ന ആ സമയത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അത്യാവശ്യം FB അക്കൗണ്ടൊക്കെ ആയി. അപ്പൊ ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു, ചേട്ടന് FB ഒന്നും ആയില്ല എന്ന് ചോദിച്ചു. ഇല്ലടാ, ഒരെണ്ണം എനിക്ക്
വാട്സാപ്പിലും മെസ്സഞ്ചറും ഒക്കെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഭാര്യ എടുത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ രഹസ്യ മെസ്സേജുകൾ പോയാൽ അവൾ പിടിക്കും. അപ്പോൾ ഞാൻ അതിനൊരു ഐഡിയ കണ്ടു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇന്ന് അറിയും എന്തായാലും. ഈ ഗൂഗിൾ പേയിൽ നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഗൂഗിൾ പേയിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഭാര്യയോട് പറയും, നീ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തോ? അപ്പോൾ ഇല്ല, ഓപ്പൺ ചെയ്യില്ല, അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടേ, ശ്രദ്ധിക്കണം, ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കേട്ടോ. അതുവഴി നമുക്ക് മെസ്സേജ് എന്തായാലും ഇന്ന് രാത്രി പിടിക്കും അത്. എടാ, നീ ഇവനേക്കാളൊക്കെ അറിവ് നിനക്കുണ്ട്. സവിത ഇതുപോലെ ഭർത്താവിന്റെ ഇന്ന് ചെന്നിട്ട് ഗൂഗിൾ പേ നോക്കാനിരിക്കുന്ന ആളാ. അതെ ഉള്ളൂ. എൻ്റെ അടുത്ത് പറയും ഇടയ്ക്ക്, ലൈക്ക് ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും നമുക്ക് കുറെ മെസ്സേജസ് വരും. അപ്പൊ എൻ്റെ അടുത്ത് എനിക്ക് ഒരു പട്ടി പോലും മെസ്സേജ് അയക്കാനില്ല അതില്. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഫോൺ മേടിച്ചിട്ട് നിന്റെങ്കിലും ഇത് നോക്കട്ടെ, ഒരു ടൈം പാസ്, ഒരു രസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജസ് ഒക്കെ ഇടയ്ക്ക് വായിക്കലുണ്ട്. ഇല്ല, പുള്ളിക്കാരന്റെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരാറില്ല അല്ലേ? എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് അറിയോ പുള്ളിക്ക്? അതറിയില്ല കേട്ടോ, ഒറ്റ അക്കൗണ്ട് ഉണ്ട് പറഞ്ഞത്. അനീഷ അതിന്റെ ടെക്നോളജികൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ പിടിക്കുന്ന എങ്ങനെയാന്നുള്ളത്. ഓക്കെ 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 ഓക്കെ. അപ്പം മാർക്സ് അറിയണ്ടേ? തീർച്ചയായിട്ടും. യെസ്, രമേശ് ഏട്ടാ. 50-ല് 44. 44. വെരി ഗുഡ്. ഞാൻ അനീഷിന് 50-42. മൊത്തം 100-ൽ 86. ഞങ്ങളുടെ ടീമിൽ നിന്ന് ഇപ്പൊ കോട്ടിട്ട് വരാൻ പോണത് അൻസിൽ. കോട്ടിട്ട് കൊണ്ടുള്ള കിടിലം പെർഫോമൻസുമായി വേദിയിൽ അൻസിൽ. നമസ്കാരം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ള 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഒരു മെക്കാനിക്കിൻ്റെ അടുത്തിട്ടായിരിക്കും, മറ്റത് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തായിരിക്കും. എന്താണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ എന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെങ്കിലും പരോക്ഷമായി ഇവർ തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ഇവർ വർക്ക് ചെയ്യുന്നത് 2 രീതിയിലാണ്, 2 തരത്തിലാണ്, 2 സെക്ടറിലാണ്, 2 ടെക്നോളജി, 2 ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിലും ഇവർ തമ്മിൽ ഒരു വലിയ മത്സരം നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും. അതായത് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോകുന്നത് ആരായിരിക്കും? സ്വാഭാവികമായും ഒരു വണ്ടിയുള്ള ഒരാൾ. അതല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് വഴിയിൽപ്പെട്ട ഒരാളായിരിക്കും. അതേപോലെ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അവിടെയും വേണം ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, വായിൽ പല്ല് വേണം. അതേപോലെ ഈ 2 പേർക്കും, മെക്കാനിക്കിനായിരുന്നാലും ഡെന്റിസ്റ്റിനായിരുന്നാലും, വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യണമല്ലോ. അവർക്ക് ഒരു കാര്യം കോമൺ ആയിട്ട് ചെയ്യണം. ഏതാണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വായ തുറക്കണം. അതായത് ഡെന്റിസ്റ്റിനാണെങ്കിൽ വായ തുറക്കണം, മെക്കാനിക്കിനാണെങ്കിൽ ബോണറ്റ് തുറക്കണം. ഇത് 2ഉം തുറക്കാതെ ഇവർക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മൾ ഇപ്പം പുതിയ വാഹനങ്ങൾ, ഇപ്പം രമേശ് ചേട്ടൻ്റെ BMW ആയിരുന്നാലും ധർമ്മൻ ചേട്ടൻ്റെ റോൾസ് റോയ്സ് ആയിരുന്നാലും, നമ്മളിപ്പം വണ്ടി കൊണ്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ മുമ്പ് നേരെ പൊക്കി കയറ്റി നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കൊണ്ട് കയറിയ ഉടനെ വാഹനം സ്കാൻ ചെയ്യും. നമ്മൾ ഈ സ്കാൻ എന്നുള്ള വാക്ക് മുമ്പ് എവിടെ കേട്ടിട്ടുള്ളത്? ഹോസ്പിറ്റലിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതേപോലെ നമ്മുടെ നാട്ടിൽ ചില മെക്കാനിക്കുകളും ചില ഡെന്റിസ്റ്റുകളുണ്ട്. ഇവർ നമ്മുടെ വാഹനത്തിൽ തൊട്ടാലും ഡെന്റിസ്റ്റ് നമ്മുടെ പല്ലിൽ തൊട്ടാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കണ്ടുകൊണ്ടിരിക്കണം. ഒന്നുകിൽ നമ്മുടെ സമയദോഷം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് പണി അറിയാത്തത് കൊണ്ടായിരിക്കും. അതേപോലെ നമ്മളെ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നു, നമ്മുടെ വണ്ടിയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം പുള്ളി ഒരു സ്പെയർ മാറ്റുന്നു, ആ സ്പെയർ നന്നാക്കുന്നു. ആ സ്പെയറിന് ഒരു കുഴപ്പം കാണൂല, അതിൻ്റെ തൊട്ടപ്പുറത്തെ പാർട്ടായിരിക്കും അടുത്ത ആഴ്ച അടിച്ചു പോകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു പല്ലുവേദനയായിട്ട് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു. പല്ലുവേദനയായിട്ട് ചെല്ലുമ്പോഴേക്കും നമ്മൾ ആ ഒരു പല്ലിനായിരിക്കും കേട്, പക്ഷേ ആ പല്ല് പിന്നെ അതിനൊരു കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ അപ്പുറത്തെ പല്ലും ഇപ്പുറത്തെ പല്ലും അതിൻ്റെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും വീണ്ടും പ്രശ്നമാവും. അതേപോലെ നമ്മുടെ നാട്ടിൽ നിങ്ങളെല്ലാവരും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും പോയിട്ട് നിങ്ങളുടെ നാട്ടിൽ എണ്ണി നോക്കിക്കോ. എത്ര വർക്ക്ഷോപ്പ് ഉണ്ടോ അത്രയും ഡെൻ്റൽ ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇവർ തമ്മിലൊരു വലിയ മത്സരം നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാതെ സംശയം തോന്നും. അതേപോലെ തന്നെ നമ്മളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നു, അതേപോലെ നമ്മളൊരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. നമ്മൾ ചെറിയ പ്രശ്നമായിട്ടായിരിക്കും ഇവർ 2 പേരെടുത്തും പോകുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ബില്ല് അത് 2ഉം വളരെ വലുതായിരിക്കും. അതായത് രമേശേട്ടാ, എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വാഹനം ഓടിച്ചു പോയിരുന്നു. അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്.
അപ്പോൾ ഞാൻ നേരെ തൊട്ട് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് കയറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ മെക്കാനിക്കിൻ്റെ താക്കോൽ എടുത്തു, ചേട്ടാ വണ്ടിക്ക് ഒരു മിസ്സിങ് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓ ശരി സാർ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഈ ഇടയായി നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ വർക്ക്ഷോപ്പിൽ ചെന്നാൽ അവിടുത്തെ വെയിറ്റിംഗ് ഏരിയ നമ്മൾ എത്ര നേരം ഇരുന്നാലും സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല. വൺ സെറ്റപ്പ് ആയിരിക്കും. അടിപൊളി കൗച്ച്, AC, TV, വൈഫൈ വരെ ഉള്ള വർക്ക്ഷോപ്പിൻ്റെ വെയിറ്റിംഗ് ഏരിയകളുണ്ട്. ഇതേ സെറ്റപ്പ് തന്നെയാണ് ഡെൻ്റൽ ഹോസ്പിറ്റലിലുള്ളത്. ആരെങ്കിലും ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം കുറച്ച് കഴിഞ്ഞു, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വണ്ടി കൊണ്ടുവന്നു, താക്കോലിൻ്റെ കയ്യിൽ തന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ എത്രയായി ബില്ല് ഇപ്പം കൊണ്ടുവരും സാർ എന്ന് പറഞ്ഞു. ഞാൻ എന്തായിരുന്നു കംപ്ലൈൻറ്റ്? അതിൻ്റെ കാർബറേറ്ററിൻ്റെ അവിടെ നിന്ന് പോകുന്നൊരു ഓസിന് ചെറിയൊരു ലീക്ക് പോലെ ഉണ്ടായിരുന്നു. പിന്നെ സാറ് ഈ ഫിൽറ്ററുകളൊന്നും മാറാറില്ലല്ലോ, അതുകൊണ്ട് ഫിൽറ്റർ മാറി, ഈ മാറി, ഇത് മാറി, അത് മാറി, മറ്റ് മാറി, എല്ലാം കൂടെ വന്നപ്പോഴേക്കും 2500 രൂപ. നമ്മൾ 500 രൂപ തീരും എന്ന് വിചാരിച്ച മെസ്സിങ്ങാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും. അതായത് ഒരു ദിവസം രാവിലെ ഞാൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു പണിയാണ്, നമ്മൾ ഈ ബ്രഷിൻ്റെ ഈ വിളുമ്പുണ്ടല്ലോ, അത് നമ്മുടെ മോണയിൽ കൊണ്ട് മിക്കവാറും ഉള്ളവർക്ക് മുറിയും. അപ്പോൾ അന്ന് എൻ്റെ മോണ കാര്യമായിട്ട് പറഞ്ഞു, കുറച്ച് കട്ടിക്ക് ചോര വന്നു. അപ്പോൾ വീട്ടിലെല്ലാവരും പറഞ്ഞു, ചെല്ല് ആ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും മരുന്ന് വെച്ച് തരും, പെട്ടെന്ന് വിടാമെന്ന്. ഞാൻ ചെന്നു, വമ്പൻ വെൽക്കം, നേരെ കിടന്നു. അപ്പം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, കുറച്ച് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, എന്തൊരു ഡോക്ടർ, ഞാൻ പല്ല് മോണ മുറിഞ്ഞതല്ലേ ഡോക്ടർ? അയ്യോ മോണ മുറിഞ്ഞൊന്നും കുഴപ്പമില്ല, നമുക്ക് മരുന്നിട്ട് ശരിയാക്കാം. പക്ഷേ അതിൻ്റെ ബാക്കിൽ ഒരു 3 പല്ലുണ്ട്, അതിൽ ഒരെണ്ണത്തിന് ആട്ടം തട്ടാനുള്ള സാധ്യതയുണ്ട്, ബാക്കി 2 പോടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഉദ്ദേശിച്ചപ്പം ഒരു പല്ലിന് 150 രൂപ വെച്ച് 150, 300, 400, 450 എല്ലാം കൂടെ അങ്ങ് അറ്റമ്പോൾ ഒരു 600 രൂപ തീരും എന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതുമായി ഒരു 2500 രൂപ. ഫൈനലി നമ്മൾ ഇപ്പം ന്യൂജൻ പിള്ളേർ, അത് ഞങ്ങളെപ്പോലെയുള്ള ന്യൂജൻ പിള്ളേർ ഇപ്പം ഈ മെക്കാനിക്കൊന്നും വിളിക്കാറില്ല. നമ്മൾ ആയ കാലം തൊട്ട് മെക്കാനിക് എന്നാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മെക്കാനിക്കിന് വിളിക്കുന്ന ഒരു പുതിയ പേരുണ്ട്, ഡോക്ടർ മെക്കാനിക്. അപ്പം അതൊരു ട്രെൻഡായിട്ട് വന്നു, ഡോക്ടർ മെക്കാനിക് ഡോക്ടർ, കാർ ഡോക്ടർ, ഇങ്ങനെ പല പേരിലാണ് ഇപ്പം മെക്കാനിക്കിനെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും, വാഹനത്തോടുള്ള ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു മേഖലയോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും വിചാരിച്ചു. ഞാനൊരു 2 ആഴ്ച മുമ്പ് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഡെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോഴേക്കും നമ്മൾ ഡെൻറ്റിസ്റ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡെൻ്റൽ ഡോക്ടർ എന്ന് വിളിക്കും. പക്ഷേ ഇപ്പം ഡെൻറ്റിസ്റ്റിനെ വിളിക്കുന്ന പുതിയ പേര് ടൂത്ത് മെക്കാനിക്. ഇത് കേൾക്കുന്ന ഒരുപാട് മെക്കാനിക്കുകളും ഒരുപാട് ഡെൻറ്റിസ്റ്റുകളും ഉണ്ടാവും. ആരും എന്നെ വഴിയിൽ കണ്ടാൽ തടയരുത്, വന്നാൽ പല്ല് ശരിയാക്കി തരണം. താങ്ക് യു, ഹോപ്പ് യു ആർ എൻജോയ് മൈ ഷോ. താങ്ക് യു. നമുക്ക് ജഡ്ജസിന് എന്താ പറയാനുള്ളതെന്ന് അറിയാം. രമേശ് ഏട്ടാ. അൻസിൽ നല്ലൊരു പക്വതയുള്ള അവതരണമായിരുന്നു അൻസിലിൻ്റേത്. വളരെ കൃത്യമാണ്, ക്ലിയറാണ്, ക്രിസ്റ്റലായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ചെയ്തു പോയത്. പിന്നെ നമ്മൾ ഈ തമാശകൾ പറയുന്നതിനകത്ത് ഇപ്പം ഇവിടെ വരുന്ന സ്റ്റാൻഡപ്പ് കോമഡികൾ പറയുന്നതിൽ ഒരുപാട് പേർ അനുഭവങ്ങൾ, കഥകൾ, ക്ലൈമാക്സ് ഉള്ള കഥകൾ തുടങ്ങിയവയൊക്കെയാണ് പറഞ്ഞത്. ഇതൊരു അനുഭവമോ ഇതൊരു കഥയോ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് നമ്മളുടെ ഒരു താരതമ്യം, 2 കാര്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ 1, 2, 3, 4, 5, 6 ഇങ്ങനെ നമ്മളൊരു 10 താരതമ്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ 10ഉം ഒരേപോലെ നമ്മൾ പ്രസന്റ് ചെയ്താൽ 5 എണ്ണം കഴിയുമ്പോൾ 6ാമത്തേത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയാനുള്ള കൗതുകം ഓഫ് കോഴ്സ് ഉണ്ടാവും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയെ നമ്മൾ പിന്നെ മറികടക്കണമെങ്കിൽ നമ്മുടെ അവതരണത്തിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം. ഒരു ഏരിയ കഴിയുമ്പം അതിനെ കൊണ്ടുവരാൻ. അത്തരത്തിലൊരു ശ്രമം ഇല്ലാത്തതുപോലെ തോന്നി അവതരണത്തിനകത്ത്. കാരണം അത് ഒരേ നേർരേഖയിൻ്റെ ഫ്രം ബിഗിനിങ് ടു എൻഡ് ഒരേപോലെ ഇരിക്കുന്നതിൽ കുഴപ്പമില്ല, കഥയിൽ വ്യത്യാസം ഉണ്ടാവണം. എങ്കിലും കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾ ബോണറ്റ് തുറക്കുന്നതായിട്ടും വായായിട്ടും ഈ പറഞ്ഞതിനകത്തൊക്കെ ഒരു വസ്തുതയുണ്ട്. നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത 2 കാര്യങ്ങളെ തമ്മിലാണ് ഗംഭീരമായിട്ട് കമ്പയർ ചെയ്തതും അവതരിപ്പിച്ചതുമെല്ലാം. ബാക്കിയെല്ലാം ഏകദേശം തൻ്റെ അവതരണമൊക്കെ നല്ല രസമാണ്. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത 2 മേഖലകൾ എടുത്തിട്ടാണ് അൻസിൽ ഇത് അവതരിപ്പിച്ചത്. ഒരു അധ്യാപകൻ നിന്ന് പഠിപ്പിക്കുന്ന പോലെയുള്ള ഒരു ടോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്ഥലത്ത് പോലും ഇടാതെ അത് വളരെ കറക്റ്റായിട്ട് കൊണ്ടുപോയി
എനിക്ക് തോന്നുന്നു വലിയ കോമഡി ആയിട്ടല്ല ഇത് അവതരിപ്പിച്ചത്. കാര്യങ്ങളുടെ വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കലായിരുന്നു. അത് ഓരോന്ന് പറഞ്ഞ് ഒപ്പിച്ച് അതവിടെ കൊണ്ടുവന്നിട്ട് ഡോക്ടർ മെക്കാനിക്കും ഡോക്ടർ Mechanic. അങ്ങനെ പറഞ്ഞ് എപ്പിച്ചത് കൊണ്ടുവന്ന് ഫിനിഷ് ചെയ്തതാണ്. പക്ഷേ അവതരണം വളരെ നല്ലതായിരുന്നു. നല്ല വ്യക്തമായ രീതിയിലുള്ള അവതരണമായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റീസെൻ്റ്ലി ഞാൻ ഒരു കോഫി ഷോപ്പിൽ പെട്ടെന്ന് എൻ്റെ സുംബ ഇൻസ്ട്രക്ടറെ കണ്ടു. അപ്പം അവളോട് ഞാൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം എന്ന് പറഞ്ഞു. അപ്പം ആരൊക്കെയുണ്ട് വീട്ടിൽ? അച്ഛനുണ്ട്, ഹസ്ബൻഡും ഉണ്ട്, മോനും ഉണ്ട്. അച്ഛൻ എന്ത് ചെയ്യണു? വായി നോക്കി. ഹസ്ബൻഡ് എന്ത് ചെയ്യണു? വായി നോക്കി. എന്താ നീ ഇങ്ങനെ പറഞ്ഞ? മോൻ എന്താടാ ചെയ്യണേ? വായി നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായത് അവരുടെ 3 പേര് ഡെന്റിസ്റ്റ് ആണ്. പിന്നെ അൻസിൽ പറഞ്ഞ 2 വിഷയം. ഒന്ന്, എൻ്റെ അടുത്ത് വണ്ടി ഇല്ലാത്തതുകൊണ്ട് എനിക്കിതുവരെ പോണ്ടി വന്നിട്ടില്ല. വന്നിട്ടില്ല. ആ. കയ്യിലിരിപ്പ് നല്ലതായതുകൊണ്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്തും പോണ്ടി വന്നിട്ടില്ല. രമേശേട്ടൻ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഇത് കറക്റ്റ് സന്ദർഭമാണ്. കാരണം അൻസിലേട്ടനോട് രമേശേട്ടൻ പറഞ്ഞിട്ടോ കാണാൻ ഇന്ദ്രിയത്തിനെ പോലെ ആയിരിക്കുന്നതെന്ന്? ഞാനോ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മളോട് പറയണം. നമ്മള് പുതിയതായിട്ട് വന്നവരാണല്ലോ. ആ. ഈ റൂമിൽ ആര് വന്നാലും ഉടനെ അൻസിലേട്ടൻ പറയും, എടാ സുഭാഷിനെ കാണാൻ ഷറഫിനെ പോലില്ലേ? നമുക്ക് തോന്നിയിട്ടില്ലെങ്കിലും എടാ അനൂപിനെ കാണാൻ ബിനീഷ് കോടിയെ പോലില്ലേ? എടാ നിന്നെ കാണാൻ ദുൽഖർ സൽമാൻ, അങ്ങനെയൊക്കെ എല്ലാവരും ഇവിടെ പറയുക. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു എപ്പിസോഡ് പിഷാരടി എന്നോട് പറഞ്ഞായിരുന്നു എന്നെ കാണാൻ ഇന്ദ്ര. കാരണം ഇത് നമ്മളോട് പറയണം, നമ്മൾ ചോദിക്കണം ഇങ്ങോട്ട് പറയാൻ വേണ്ടിട്ട്. അത് മാത്രമല്ല, എപ്പോ നോക്കിയാലും മറ്റേ മീഡിയണ്ടിലെ പാട്ടൊക്കെ പാടി നടക്കും ഇന്ദ്രയത്തിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നേ ഇവൻ പല്ല് ഡോക്ടർ അടുത്തല്ല പോകേണ്ടിരുന്നത്, കണ്ണ് ഡോക്ടർ അടുത്ത് പോകേണ്ടിരുന്നത്. നിന്റെ കണ്ണിന് കുഴപ്പമുണ്ടോ? അതുകൊണ്ടാണ് തോന്നുന്നു. അല്ല ഇത് അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുവാണല്ലോ. ഒരു പെങ്കൊച്ച് ഒരു ദിവസം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, എന്നെ കാണാൻ മഞ്ജു വാര്യരെ പോലെ ഉണ്ടോന്ന്. നമ്മൾ എന്തോ പറയാൻ ഇല്ലെന്ന് പറഞ്ഞാൽ വിഷമാവും. നമ്മൾ അങ്ങനെ വിഷമിപ്പിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ബിനീഷ് കോടിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ തൃക്കാക്കരയിലെ ഇലക്ഷൻ നടക്കുക. അങ്ങനെ ഇലക്ഷൻ നടന്നു. ഇതിന്റെ റിസൾട്ട് വന്ന സമയത്ത് മഹാരാജസിൽ വെച്ചാണ് ഇത് എണ്ണുന്നത്. അപ്പം ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയി അവിടെ ചെന്നു. ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് ഞാനും ഭയങ്കര തുള്ളലും കാര്യങ്ങളൊക്കെ തുള്ളി. പുറത്ത് കുറേ നേരമായിട്ട് എന്നെ നോക്കണ്ടായിരുന്നു. അങ്ങനെ നോക്കി പെട്ടെന്ന് പുള്ളി ചാടി വന്നിട്ട്, നിർത്തിക്കേ, തനിക്കെന്താ ഇവിടെ കാര്യം? കൊടിയേരിയുടെ മോൻ ഇവിടെ എന്താ കാര്യം? ഓക്കെ, ഇത്രയല്ലേ നമുക്കിത് കഴിക്കുന്നുണ്ടാകുന്ന കേസ്. ശരി, അപ്പൊ നമുക്കിനി മാർക്സ് അറിയാം. രമേശ് ഏട്ടാ. അൻസിൽ 50-ൽ 37. 37 out of 50. Good marks. അൻസലിന് ഞാൻ ഇട്ടിരിക്കുന്ന മാർക്ക് 50-ൽ 36. താങ്ക് യു. 36 out of 50. അപ്പോൾ അൻസലിന് ഇൻ ടോട്ടൽ ലഭിച്ചിരിക്കുന്ന പോയിന്റ്സ് 73 out of 100. ഹലോ. അതെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യും. നമുക്ക് മീറ്റിംഗ് നമുക്ക് ലുലു മാളിലേക്ക് പോവാം. ഒരു 2:30 എത്തിയാവും. ഉച്ചക്ക് ഒരു 2:30 ലുലു മാളിൽ എത്തിയാവും. നമുക്ക് അവിടെ വെച്ച് കൂടാം. അല്ല, 10 മണിക്ക് 11:30ക്കും എനിക്ക് വേറൊരു മീറ്റിംഗ് ലുലു വെച്ചുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ടാണ് 2:30 ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഓക്കെ. നമസ്കാരം. എന്തോ സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്. യൂസഫ് അലി സാറുമായിട്ടാണോ മീറ്റിംഗ്? അല്ല. അപ്പൊ ലുലുമാളില് മീറ്റിംഗ്, ഇത്ര മീറ്റിംഗ് ആയിട്ടാ? അല്ല, ലുലുവിൽ വെച്ചാണ് ഞാൻ മിക്ക മീറ്റിംഗ് അവിടെ വെച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്യാറുള്ളത്. ആണാ? ഇപ്പൊ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘമുണ്ട്, അതും ലുലുവിൽ വെച്ചാണ് നടത്തുന്നത്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതും ലുലുവിൽ തന്നെയാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്യണത്. അത് ലുലുവിൽ എവിടെ വെച്ച് നടത്തും? അല്ല, അത് ലുലുവിൽ ഞങ്ങൾ ഒരു തിരക്കൊഴിഞ്ഞ് ഏതെങ്കിലും ഒരു മൂലക്ക് വെച്ച് സംഭവം നടത്തും. കാരണം അവിടെ ആകുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ട് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് AC ഒക്കെ കൊണ്ട് അധികം ചൂടടിക്കാണ്ട് ഇറങ്ങി പോരാനുള്ള കാര്യങ്ങൾ നടത്തി. ലുലുവിൽ പോയ മാവനെ പോലെ കുറെ ആൾക്കാരെ കാണാം. അവരോട് വെച്ചാണ് മീറ്റിംഗ് ഒക്കെ നടക്കാറ്. അതെ, അവിടെ മാവനെ പോലെ കുറേ ആൾക്കാരുണ്ട് ഇതേപോലെ മീറ്റിംഗ് വെക്കണത്. അവിടെ ഏതെങ്കിലും ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോയി ഒരു ചായയും കുടിച്ചിരുന്നിട്ട് വൈകുന്നേരം വരെ ഇരിക്കും. നല്ല AC, നല്ല അറ്റ്മോസ്ഫിയറും ഒക്കെയാണല്ലോ. ഇപ്പൊ അമൃത TV കുട്ടികൾക്ക് പഠിക്കാൻ ഹാപ്പിനെസ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക്, പാവപ്പെട്ടവർക്കൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ അമൃത ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊക്കെ വലിയ കഷ്ടപ്പാട് വന്നപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവർക്കും സഹായം ചെയ്തിട്ടുള്ള ഒരാളാണ് യൂസഫ് അലി സാർ. അപ്പൊ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്,
അപ്പൊ അതിനിടെ നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ മുതലെടുക്കുന്നത് അല്ല ഇത് നമ്മൾ ചെയ്യണത് ശരിയാണോ എന്ന് ചോദിച്ചാല് അല്ല നമുക്കവിടെ പോകാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളി അതൊക്കെ പണിത് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞാല് ഇടപ്പള്ളി ബൈപ്പാസിന്റെ അരികത്ത് കിടക്കുന്ന ലുലുമാൾ, ലുലുമാൾ യൂസഫ് അലി നമുക്കായി പണിയിച്ചു വലിയൊരു ലുലുമാൾ, ലുലുമാൾ വിവിധ രാജ്യങ്ങൾ കടന്നും പല പ്രദേശങ്ങൾ നിറഞ്ഞും, വിവിധ രാജ്യങ്ങൾ കടന്നും പല പ്രദേശങ്ങൾ നിറഞ്ഞും ഇവിടെയങ്ങിങ് പണിതുയർത്തുന്ന ലുലുമാൾ, ലുലുമാൾ ഇടപ്പള്ളി ബൈപ്പാസിന്റെ അരികത്ത് കിടക്കുന്ന ലുലുമാൾ, ലുലുമാൾ യൂസഫ് അലി നമുക്കായി പണിയിച്ചു വലിയൊരു ലുലുമാൾ, ലുലുമാൾ. വയനാട്ടിലെ വലിയമ്മയ്ക്കും ലുലു കാണുവാൻ ആശമൂത്തു വാശിയായി ചുരം താണ്ടിയും ട്രെയിൻ കേറിയും എറണാകുളം ലുലുവിൻ്റെ ഫ്ലോറിൽ എൻട്രിയായി പർച്ചേസിനായി പല പോഷന ചിൽഡ്രൻസിനോ പാർക്കേറെയും ഒരിക്കൽ നാം കയറിയാൽ ഇടയ്ക്കിടെ കയറിടും മടിച്ചിടാതടുത്തുവാ കുട്ടാപ്പി. ഇടപ്പള്ളി ബൈപ്പാസിന്റെ അരികത്ത് കിടക്കുന്ന ലുലുമാൾ, ലുലുമാൾ യൂസഫ് അലി നമുക്കായി പണിയിച്ചു വലിയൊരു ലുലുമാൾ, ലുലുമാൾ.